പ്രമാണങ്ങളും യുക്തിയും. രചന എം അക്ബർ. ശബ്ദം നൽകുന്നത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. പ്രമാണങ്ങളും യുക്തിയും. ഭൗതിക ശാസ്ത്രത്തിൽ മനുഷ്യയുക്തിക്ക് നിരക്കാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഇല്ല. നീളം, വീതി, ഉയരം എന്നിവയോടൊപ്പം സമയം എന്ന മാനം കൂടി ഇഴചേർക്കപ്പെട്ട ചതുർമാന പ്രപഞ്ചത്തിലാണ് നാം ജീവിക്കുന്നതെന്ന ഭൗതിക ശാസ്ത്ര തത്വം താങ്കൾക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ടോ? ഇല്ല. ഭൗതിക ശാസ്ത്രത്തിന്റെ പ്രപഞ്ച സങ്കല്പം മനുഷ്യയുക്തിക്ക് നിരക്കാത്തതാണെന്നല്ലേ ഇതിനർത്ഥം? അല്ല. ഗണിതമാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ ഭാഷ. ഗണിതശാസ്ത്രപരമായി സ്ഥാപിക്കപ്പെടുകയും ഒപ്പം പ്രവചനങ്ങൾ ശരിയാണെന്ന് അനുഭവങ്ങളാൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് ഒരു സിദ്ധാന്തം ശരിയാണോ എന്ന് പരിശോധിക്കാനുള്ള ഭൗതിക ശാസ്ത്രത്തിന്റെ രീതി. അങ്ങനെ സ്ഥാപിക്കപ്പെടുക എന്നതാണ് അക്കാര്യത്തിലുള്ള മനുഷ്യയുക്തി. അങ്ങനെ സ്ഥാപിക്കപ്പെട്ടതുകൊണ്ടാണ് എന്റെ ബുദ്ധിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞതുകൊണ്ടല്ല ചതുർമാന പ്രപഞ്ചമെന്ന വസ്തുത ഞാൻ അംഗീകരിക്കുന്നത്. ഖുർആനിൽ യുക്തിക്ക് നിരക്കാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഇല്ല. 2000-ലധികം കിലോമീറ്ററുകൾ ദൂരെയുള്ള ഒരു സിംഹാസനം കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ കൺമുമ്പിൽ എത്തിച്ചുവെന്ന ഖുർആൻ പരാമർശം താങ്കളുടെ അനുഭവങ്ങളുടെയും അതിൽ നിന്ന് നിർദ്ധരിക്കപ്പെട്ട സാമാന്യ ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഖുർആനിലെ ചില പരാമർശങ്ങളെങ്കിലും മനുഷ്യയുക്തിക്ക് നിരക്കാത്തതാണെന്നല്ലേ ഇതിനർത്ഥം? അല്ല. പടച്ചവന്റെ വചനങ്ങളാണ് ഖുർആനിലുള്ളതെന്നത് മുസ്ലിങ്ങളുടെ ബോധ്യമാണ്. തെളിവുകളുടെ വെളിച്ചത്തിലുള്ളതാണ് ഈ ബോധ്യം. ആ തെളിവുകൾ സത്യസന്ധമായി പരിശോധിച്ചാൽ ഏതൊരാൾക്കും ഖുർആൻ ദൈവികമാണെന്ന വസ്തുത ബോധ്യപ്പെടും. പ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്നവന്റെ വചനങ്ങൾ പ്രധാനമായും സംസാരിക്കുന്നത് മനുഷ്യരുടെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. അവന് മാത്രം പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യങ്ങൾ അവൻ മനുഷ്യരോട് സംസാരിക്കുന്നത് ദൈവിക ബോധനം അഥവാ വഹയ് വഴിയാണ്. വഹയിനെ ആശ്രയിക്കേണ്ടി വരുന്നത് മനുഷ്യരുടെ കേവല ബുദ്ധി കൊണ്ട് അപഗ്രഥിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അത് സംസാരിക്കുന്നത് എന്നതിനാലാണ്. വഹയിലൂടെ പടച്ചവൻ എന്തു പറഞ്ഞുവോ അത് അതേപോലെ അംഗീകരിക്കുക എന്നതാണ് ആ വിഷയത്തിലെ യുക്തി. ഖുർആനിലുള്ളതെല്ലാം വഹിയാണ്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങൾ ബുദ്ധിക്ക് ദഹിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും അതേപോലെ സ്വീകരിക്കുന്നവനാണ് വിശ്വാസി. അതാണ് വിശ്വാസത്തിന്റെ യുക്തി. കിലോമീറ്ററുകൾ ദൂരെയുള്ള ഒരു സിംഹാസനം കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് തന്റെ കൺമുന്നിൽ എത്തിക്കുവാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമയ്ക്ക് കഴിഞ്ഞുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അത് എങ്ങനെ കഴിഞ്ഞുവെന്ന് ശാസ്ത്രീയമായി അപഗ്രഥിക്കുവാൻ കഴിയില്ല. ശാസ്ത്രം എത്ര തന്നെ വികസിച്ചാലും അങ്ങനെ സാധ്യമാവുമെന്ന് പറയാനാവില്ല. എന്നാൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന മുസ്ലിമും ബഹിരാകാശ സഞ്ചാരിയായ മുസ്ലിമും ഒരേപോലെ അത് സത്യമാണെന്ന് അംഗീകരിക്കുന്നു. ഖുർആൻ ദൈവികമാണെന്ന ബോധ്യവും ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുമുള്ള യാഥാർത്ഥ്യവുമാണ് ആ അംഗീകാരത്തിന്റെ യുക്തി. നബിവചനങ്ങളിൽ യുക്തിക്ക് നിരക്കാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഇല്ല. കഴുതയേക്കാൾ വലുതും കോവർ കഴുതയേക്കാൾ ചെറുതും വെളുത്ത നിറത്തിലുള്ളതുമായ ബുറാക്ക് എന്ന മൃഗത്തിന്മേൽ കയറി മക്കയിൽ നിന്ന് 1400-ലധികം കിലോമീറ്ററുകൾ ദൂരമുള്ള ജെറുസലേമിലേക്കും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്കും താൻ യാത്ര ചെയ്തുവെന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവകാശവാദം താങ്കളുടെ സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പരാമർശങ്ങളെങ്കിലും മനുഷ്യയുക്തിക്ക് നിരക്കാത്തതാണെന്നല്ലേ ഇതിനർത്ഥം? അല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവദൂതനാണെന്നത് മുസ്ലിങ്ങളുടെ ബോധ്യമാണ്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ബോധ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്നതിനുള്ള തെളിവുകൾ മുൻധാരണകളോ പക്ഷപാതിത്വമോ ഇല്ലാതെ പരിശോധിച്ചാൽ ഏതൊരാൾക്കും അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവും. ദൈവദൂതനെന്നാൽ വഹയി ലഭിച്ചുകൊണ്ടിരിക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവരെ അതനുസരിച്ച് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും അക്കാര്യത്തിൽ അവർക്ക് മാതൃകയാവുകയും ചെയ്യുന്നയാൾ എന്നാണ് അർത്ഥം. വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ളതെന്ന് ഖുർആനിൽ അള്ളാഹു തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതെങ്കിലും വിഷയങ്ങളിൽ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്വന്തം അഭിപ്രായം പറഞ്ഞപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവദൂതനാണെന്ന് ബോധ്യമുള്ളവർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെല്ലാം സത്യസന്ധമാണെന്നും ബോധ്യമുള്ളവരായിരിക്കും. നബി വചനങ്ങളിൽ പറയുന്നതെല്ലാം ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നതിന്റെ യുക്തി ഈ ബോധ്യമാണ്. ബുറാക്കിന്മേൽ കയറി താൻ ഇസ്റാഉം മിഅ്റാജുമെല്ലാം നടത്തിയെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്ന വസ്തുത അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുവെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് സത്യമാണെന്ന് വിശ്വാസികൾ അംഗീകരിക്കുന്നത്. സത്യസന്ധനും വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്നവനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്നതാണ് ബുറാക്കിനെ അംഗീകരിക്കുന്നതിന്റെ യുക്തി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നതെല്ലാം നബി പറഞ്ഞതാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി പറഞ്ഞതായി പ്രചരിപ്പിച്ചിട്ടുള്ള മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്ത ഇതേപോലെയുള്ള നിവേദനങ്ങൾ നബി പറഞ്ഞവയല്ലെന്ന് വാദിച്ച് നിഷേധിക്കാൻ കഴിയില്ലേ? ഇല്ല. കേവല ബുദ്ധിക്കും യുക്തിക്കും അതീതമായ കാര്യങ്ങൾ മനുഷ്യരെ അറിയിക്കുന്നതിന് വേണ്ടി പടച്ചവൻ തെരഞ്ഞെടുത്തയച്ചവരാണ് പ്രവാചകന്മാർ. അവർ പറഞ്ഞുവെന്നുറപ്പുള്ള കാര്യങ്ങളെ സ്വന്തം ബുദ്ധി കൊണ്ട് അപഗ്രഥിച്ച ശേഷം ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രമേ അംഗീകരിക്കൂവെന്ന് ആരെങ്കിലും കരുതിയാൽ അവർ പ്രവാചകത്വത്തെ അംഗീകരിക്കേണ്ട രീതിയിൽ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. വഹയിന്മേൽ സ്വന്തം യുക്തിയെയോ കേവല ബുദ്ധിയെയോ വൈയക്തികമായ അനുഭവങ്ങളെപ്പോലുമോ പ്രമാണങ്ങളായി പ്രതിഷ്ഠിച്ചാൽ ദൈവിക ബോധനം അപ്രസക്തമായി തീരും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേർക്ക് നേരെ മതം പഠിച്ച അനുചരന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ അതേപോലെ ഉൾക്കൊള്ളുന്നവരായിരുന്നു. തന്നെക്കുറിച്ച് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവർക്ക് നരകം ഉറപ്പാണെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പ് ഗൗരവതരമായി എടുത്ത സത്യസന്ധരായ അനുചരന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ കളവൊന്നും കടന്നുകൂടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. സ്വഹാബിമാർ അഥവാ പ്രവാചക അനുചരന്മാർ പറഞ്ഞുകൊടുത്ത നബി വൃത്താന്തങ്ങളെയാണ് ഹദീസുകൾ എന്ന് പറയുന്നത്. സ്വീകാര്യമായ ഹദീസുകളാൽ സ്ഥിരീകരിക്കപ്പെട്ട നബി വൃത്താന്തമായതിനാലാണ് ബുറാക്കിന്മേൽ കയറി മക്കയിൽ നിന്ന് ആദ്യം ജെറുസലേമിലേക്കും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്കും പോയി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവകാശവാദത്തെക്കുറിച്ച നിവേദനം സത്യസന്ധമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സഹാബിമാർ നിവേദനം ചെയ്തതായി അറിയപ്പെടുന്ന ഹദീസുകളെല്ലാം സത്യസന്ധമാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല. ബുറാക്കിനെ കുറിച്ച് പറയുന്നത് പോലെയുള്ള മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്ത ഹദീസുകൾ നബിയെക്കുറിച്ച് സഹാബിമാർ പറഞ്ഞവയല്ലെന്നും പിൽക്കാലത്തുള്ള സത്യസന്ധരല്ലാത്ത ആരൊക്കെയോ സഹാബിമാരുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയവയാണെന്നും കരുതി നിഷേധിക്കാൻ കഴിയില്ലേ? ഇല്ല. സ്വഹാബിമാരെക്കുറിച്ച് പിൽക്കാലത്തുള്ള ചിലരെങ്കിലും കള്ളം പറയുവാൻ സാധ്യതയുണ്ടെന്ന സത്യം മനസ്സിലാക്കിയ ഹദീസ് പണ്ഡിതന്മാർ യഥാർത്ഥത്തിലുള്ള നബി വൃത്താന്തങ്ങളെ അല്ലാത്തവയിൽ നിന്ന് വേർതിരിക്കുവാനായി രൂപപ്പെടുത്തിയെടുത്ത അപഗ്രഥന രീതിയാണ് ഉസൂലുൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വൃത്താന്തങ്ങളിലെ നെല്ലും പതിരും സൂക്ഷ്മവും കൃത്യവുമായി വേർതിരിക്കുന്ന അരിപ്പ ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. നബി വൃത്താന്തങ്ങളെക്കുറിച്ച് സ്വഹാബിമാർ സാക്ഷ്യപ്പെടുത്തിയതല്ലാത്ത യാതൊന്നും തന്നെ ഈ അരിപ്പയിലൂടെ താഴേക്ക് വരാത്തത്രയും ശാസ്ത്രീയമായ രീതിയിൽ തയ്യാർ ചെയ്യപ്പെട്ടതാണ് ഈ അരിപ്പ. ബുറാക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹദീസ് ഈ അരിപ്പയിലൂടെ അനായാസം പുറത്തു വന്ന നബി വൃത്താന്തമാണ്. പിൽക്കാലത്ത് ആരെങ്കിലും കെട്ടിയുണ്ടാക്കുകയും സ്വഹാബിമാരിൽ ആരോപിക്കുകയും ചെയ്തതായിരുന്നു ആ നബി വൃത്താന്തമെങ്കിൽ
അതൊരിക്കലും നിഷ്കൃഷ്ടമായ ഈ അരിപ്പയിലൂടെ പുറത്തു വരികയോ സ്വഹീഹ് ഹദീസായി പരിഗണിക്കപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം എന്നീ ഹദീസ് സമാഹാരങ്ങളിലുള്ള നബി വൃത്താന്തങ്ങളിൽ കള്ളം കടന്നുകൂടിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഹദീസ് സമാഹർത്താക്കളായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എന്നിവർ ഒരിക്കലും തെറ്റുപറ്റാത്ത മനുഷ്യരാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇല്ല. ബുറാക്കിനെ പരാമർശിക്കുന്നത് പോലെയുള്ള നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്ത ഹദീസുകൾ അപഗ്രഥിച്ചിടത്ത് തെറ്റുപറ്റാവുന്ന മനുഷ്യരായ ഇമാമുമാരായ ബുഖാരിക്കും മുസ്ലിമിനും മറ്റുള്ളവർക്കുമെല്ലാം ബോധപൂർവമല്ലാതെ സംഭവിച്ച അബദ്ധങ്ങൾ കൊണ്ടാണ് അവരുടെ ഹദീസ് സമാഹാരങ്ങളിൽ അവ ഉൾപ്പെട്ടതെന്നും യഥാർത്ഥത്തിൽ നബി അങ്ങനെയൊന്നും അവകാശവാദം ഉന്നയിച്ചിട്ടില്ലെന്നും വാദിക്കുവാൻ പറ്റുകയില്ലേ? ഇല്ല. ഇമാമുമാരായ ബുഖാരിയും മുസ്ലിമും ഒന്നും തെറ്റുപറ്റാത്തവരാണെന്നല്ല അവരുടെ സ്വഹീഹ് സമാഹാരങ്ങളിൽ നിവേദനം ചെയ്ത ഹദീസുകളെല്ലാം സ്വീകാര്യമാണെന്ന് പറയുന്നതിനർത്ഥം. സ്വീകാര്യതയുടെ കാര്യത്തിൽ പ്രഥമ ഗണനീയമായ സഹീഹുൽ ബുഖാരിയുടെ കർത്താവായ ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു ഹദീസ് സമാഹാരമായ അദബുൽ മുഫ്രദിൽ 200-ലധികം ദുർബലമായ ഹദീസുകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം ബുഖാരി തെറ്റുപറ്റാത്തയാളാണെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സമാഹാരങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടാതെ സ്വീകരിക്കപ്പെടുമായിരുന്നല്ലോ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെല്ലാം സ്വീകാര്യമാണെന്ന് പറയുന്നത് ഇമാം ബുഖാരിയുടെ അപ്രമാദിത്വം കൊണ്ടല്ല. പ്രത്യുത ഒരു ഹദീസ് സ്വഹീഹാണോ എന്ന് പരിശോധിക്കുവാൻ അദ്ദേഹം ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ കുറ്റമറ്റതാണ് എന്നതുകൊണ്ടാണ്. പ്രസ്തുത മാനദണ്ഡങ്ങളിൽ എവിടെയെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും അതിനേക്കാൾ നല്ല മാനദണ്ഡങ്ങൾ ഹദീസ് പരിശോധനയ്ക്ക് ഉപയോഗിക്കാവുന്നതാണെന്ന് സമർത്ഥിക്കാനുമെല്ലാം വിഷയം പഠിച്ചവർക്ക് അവകാശമുണ്ട്. ബുഖാരിയോ മുസ്ലിമോ മറ്റേതെങ്കിലും ഹദീസ് പണ്ഡിതന്മാരോ ഹദീസ് സ്വീകരണത്തിന് ഉപയോഗിച്ച മാനദണ്ഡങ്ങളിൽ പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അത് സമർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാവർക്കുമുണ്ട്. ഹദീസ് സമാഹർത്താക്കൾ സ്വീകരിച്ച നിവേദകരിൽ ആരെങ്കിലും അസ്വീകാര്യരാണെങ്കിൽ അക്കാര്യവും നിവേദക ശൃംഖലയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അക്കാര്യവും തെളിവുകൾ ഉപയോഗിച്ച് സ്ഥാപിച്ചുകൊണ്ടാണ് അക്കാര്യം സമർത്ഥിക്കേണ്ടത്. അത്തരം ശ്രമങ്ങൾ മുസ്ലിം ലോകത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ നീണ്ട അപഗ്രഥനങ്ങൾക്ക് ശേഷവും ബുഖാരിയിലോ മുസ്ലിമിലോ നിവേദനം ചെയ്യപ്പെട്ട നബി വൃത്താന്തങ്ങളിൽ സമ്പൂർണമായി തള്ളിക്കളയേണ്ടതായി എന്തെങ്കിലുമുള്ളതായി മുസ്ലിം ലോകത്തിന് മനസ്സിലായിട്ടില്ല. തുച്ഛമായ ചില ഹദീസുകൾ സ്വീകരിച്ച മാനദണ്ഡങ്ങളെക്കുറിച്ച് പണ്ഡിത ലോകത്ത് നിന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. അവർ സ്വീകരിച്ച മാനദണ്ഡങ്ങളെ ശരിവെച്ചുകൊണ്ടും അവ പാലിക്കുന്നതിൽ സമാഹർത്താക്കൾ വേണ്ടത്ര സൂക്ഷ്മത പാലിച്ചിട്ടില്ലെന്ന് സ്ഥാപിച്ചുകൊണ്ടുമുള്ളതാണ് ആ വിമർശനങ്ങൾ. ബുറാക്കിനെ കുറിച്ച ഹദീസിൽ പറഞ്ഞതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചവ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത് അത് ഇമാമുമാരായ ബുഖാരിയോ മുസ്ലിമോ മറ്റാരെങ്കിലുമോ നിവേദനം ചെയ്തു എന്നതുകൊണ്ടല്ല. അത് സ്വീകരിക്കുവാൻ അവരുപയോഗിച്ച മാനദണ്ഡങ്ങൾ ആർക്കും നിഷേധിക്കാനാവാത്ത വിധം കുറ്റമറ്റവയാണെന്നതുകൊണ്ടാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും നീളുകയാണ്. നിരവധി സംശയങ്ങൾ, വിമർശനങ്ങൾ ഖുർആനിനോടും പ്രവാചകനോടുമുള്ള വിരോധത്തിൽ നിന്നല്ല, ആദരവിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം സംശയങ്ങൾ ഉണ്ടാവുന്നത്. ഹദീസുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അധികവും ഉണ്ടാകുന്നത് അവ നമ്മിലെത്തിയ കടമ്പകളെക്കുറിച്ച് ശരിയായി അറിയാത്തതുകൊണ്ടാണെന്നാണ് അനുഭവം. ഉസൂലുൽ ഹദീസിന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച അജ്ഞതയിൽ നിന്നാണ് ഹദീസുകളെക്കുറിച്ച വിമർശനങ്ങൾ ഉയരുന്നത് എന്ന് വിമർശകരിൽ പലരുടെയും സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. ഹദീസ് വിമർശകരായിരുന്ന പലരും ഉസൂലുൽ ഹദീസിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ തങ്ങളുടെ നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്. സാങ്കേതിക ശബ്ദങ്ങളാൽ നിബിഡമായതിനാൽ ഹദീസ് നിദാന ശാസ്ത്രം ദുർഗ്രഹമാണെന്ന ധാരണയാണ് പൊതുവെയുള്ളത്. സരളമായി അത് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നുണ്ട്. അറിയാനാണ്
അറിയിക്കാനും തിരുത്തിയും ഗുണദോഷിച്ചും വിമർശിച്ചും കൂടെയുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾ കേട്ടത് എം അക്ബറിന്റെ രചനയ്ക്ക് ആറാട്ടുപുഴ ഹക്കിം ഖാൻ നൽകിയ ശബ്ദഭാഷ. പ്രമാണങ്ങളും യുക്തിയും.